കോതമംഗലം ആനവേട്ട കേസിൽ ഡിഎഫ്ഒ ഉമയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കസ്റ്റഡി മർദ്ദനത്തിനിരയായ അജീബ് റൈറ്റിന്റെ മാതാവ് ലീല 60ഓളം ഫോറസ്റ്റ് വാച്ചർമാരുടെ മുന്നിൽ വെച്ച് അർദ്ധരാത്രി ഉമ തന്റെ വസ്ത്രം വലിച്ചുരിഞ്ഞതായി ലീല റിപ്പോർട്ടറോട് പറഞ്ഞു. വലിച്ചുരച്ച് ജീപ്പിലിട്ട് മർദ്ദിച്ച ശേഷം തന്നെ മരണാസന്നയാക്കി ആശുപത്രിയിൽ ഉപേക്ഷിച്ച് ഡിഎഫ്ഒ ഉമ കടന്നുകളഞ്ഞതായും ലീല ആരോപിക്കുന്നു. കോതമംഗലം ആനവേട്ട കേസിൽ കസ്റ്റഡിയിൽ എടുത്ത ശേഷം വനം വകുപ്പുകാരുടെ ക്രൂരമർദ്ദനത്തിനിരയായതായി പരാതി ഉയർന്ന അജീബ് റൈറ്റിന്റെ മാതാവ് ലീല തന്നെയും ഡിഎഫ്ഒ ഉമ മർദ്ദിക്കുകയും വസ്ത്രാക്ഷേപം ചെയ്യുകയും ചെയ്തെന്ന ആരോപണവുമായി രംഗത്ത് വന്നു. ജൂലൈ 10 രാത്രി 11:30 ഡിഎഫ്ഒ ഉമയും 60ഓളം ഫോറസ്റ്റ് വാച്ചർമാരും അടങ്ങിയ സംഘം അജീബ് റൈറ്റിന്റെ തിരുവനന്തപുരം ഒരുവാതിൽക്കോട്ടയിലെ വീട്ടിലെത്തി. നിന്റെ മകൻ എവിടെയെന്ന് ആക്രോശിച്ചുകൊണ്ട് വീടിനകത്തേക്ക് ഇരച്ചു കയറിയ ഉമ തന്നെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് 69-കാരിയായ ലീല റിപ്പോർട്ടറോട് പറഞ്ഞു. നീ വന്നേ പറ്റുള്ളടി എന്ന് പറഞ്ഞ് ഉമ്മ കൈക്ക് കയറി പിടിച്ച് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പം അവരെന്നെ സമ്മതിച്ചില്ല. എന്നിട്ട് എൻ്റെ മകനോളം പ്രായമുള്ള പോലീസുകാർ കണ്ടുകൊണ്ട് നിൽക്കുക എൻ്റെ കൈലിയെ പിടിച്ചടിച്ചിട്ട് എന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ആ വണ്ടിയിലോട്ട് കയറ്റി. ഉമയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഫോറസ്റ്റ് വാർഡന്മാർ മദ്യപിച്ചിരുന്നെന്നും ലീല ആരോപിച്ചു. തന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടെ അബോധാവസ്ഥയിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ അജീബ് റൈറ്റിനൊപ്പം താനും ആനവേട്ട കേസിൽ പ്രതിയാക്കപ്പെടുമായിരുന്നെന്നും ലീല പറഞ്ഞു. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.